ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്രാവശ്യം വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആയിട്ടല്ല. ഇതൊരു എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. എൻ്റെ വീട്ടിലുള്ള ചെടികളും പിന്നെ എൻ്റെ ഉമ്മയുടെ കൃഷി ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ഇത് സപ്പോർട്ടയാണ് കേട്ടോ. സപ്പോർട്ടയുടെ വലിയ മരമാണ് അവിടെ ഉള്ളത്, ഇഷ്ടത്തിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉമ്മ നട്ട് വളർത്തുന്ന ചെടികൾ, പിന്നെ ഉമ്മയുടെ കൃഷി എല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണം കേട്ടോ. ഉമ്മക്ക് ഇങ്ങനെ ഇലച്ചെടികളൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ പൂച്ചെടികളോടാണ് കൂടുതൽ ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ അധികവും ഇവിടെ ഉള്ളത് ഈ പൂച്ചെടികളാണ് കേട്ടോ. ഇഷ്ടത്തിന് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. അധികം റോസാണ് കേട്ടോ. റോസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പല സെയിൽ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്ലാന്റ്. പിന്നെ ബോഗൺവില്ലാസാണ് കൂടുതലും ഇഷ്ടം. ബോഗൺവില്ലയുടെ പല വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ജമന്തി ഇഷ്ടത്തിന് ഇവിടെ ഉണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കണം, നല്ലോണം പൂക്കളും ഉണ്ടായിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലോണം വിരിഞ്ഞിക്കണ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാണാം. പിന്നെ കാക്കപ്പൂ പല ടൈപ്പിലുള്ളുണ്ട്. അത് ഇങ്ങനെ ഒരു ബുഷി പോട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിറച്ച് പൂ വിരിഞ്ഞ് നിൽക്കുമ്പോഴും നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഇത് വഴുതനങ്ങയുടെ ചെടിയാട്ടോ. ഇതിന്നിപ്പോൾ ഉണ്ടായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് പലതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഇതൊക്കെ നല്ലോണം ബുഷിയായിട്ടാട്ടോ ഓരോ പോട്ടിൽ നിൽക്കുന്നത്. ഇതിന് മെയിനായിട്ട് ഉമ്മ ചെയ്യുന്ന വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടി ഉണ്ടല്ലോ, ചാണകപ്പൊടിയാണ് ഇതിനെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ചാണകം നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് അത് ഉണക്കിയിട്ട് ആ പൊടി അതിൻ്റെ ഇതാണ് കേട്ടോ അതിൻ്റെ ഇട്ട് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ലോണം പൂക്കളിട്ട് നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. ഇത് ലില്ലിച്ചെടി കേട്ടോ. ഇത് 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. ഒന്നൊരു റോസ് കളറിലും ഉണ്ടാകുന്ന പൂവും പിന്നെ ഒരു റെഡ് കളറിലും ഉണ്ടാവുന്നതും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്, നിറച്ച് ചെടികളായിട്ട്. പിന്നെ ഇവിടെ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നിറച്ച് ഇതിൽ പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വെൽവെറ്റ് പിന്നെ ഇതാട്ടോ അതിൻ്റെ പൂവിനൊക്കെ. പിന്നെ അധികം ഇവിടെ ഈ മറ്റേ വേപ്പ്, അതുപോലെ പലതരം ഈ പച്ചമുളകിൻ്റെ തൈകൾ, അതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. കുരുമുളകാണ് കേട്ടോ. ഇത് കുരുമുളകൊക്കെ ഇതിൽ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല എങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ പച്ചമുളക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 3-4 ദിവസം മുന്നേ ഇപ്പോൾ പഴുത്തതെല്ലാം നമ്മളിതിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇനി ഇതിൽ പിന്നെ ഈ ഒരു പ്ലാന്റ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് എനിക്കറിയില്ല. ഇതിങ്ങനെ ഒരു വയലറ്റ് കളറിലാണ് കേട്ടോ അത് ഇതിൻ്റെ പൂവ് ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അറിയിച്ചെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇത് കണ്ടില്ലേ, തക്കാളി നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പഴുത്തതൊക്കെ ഇതിൽ നിന്ന് പൊട്ടിച്ച് എടുത്ത് കഴിഞ്ഞതാണ്. അതാണ് വീഡിയോയിൽ അങ്ങനത്തെ കിട്ടാത്തത്. കണ്ടില്ലേ, ഇതാണ് ബോഗൺവില്ലാസ് ഉമ്മയുടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.